പലരും പല രീതിയിലുള്ള ഊരാക്കുടുക്കുകളിലേക്ക് ചെന്ന് പെട്ടുപോയിട്ടുള്ള ഒരു സാഹചര്യം പലരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് പലരും പങ്കുവെച്ചിട്ടുമുണ്ട്. ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ പെട്ടുപോയിട്ടുള്ള, സാമ്പത്തികപരമായിട്ടാണെങ്കിലും ജോലിയുടെ വിഷയത്തിലായാലും നമ്മൾ പെട്ടുപോകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. എല്ലാ കുടുക്കിൽ നിന്നും, ഊരാക്കുടുക്കിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ അത്ഭുതകരമായിട്ടുള്ള ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്തിൽ അള്ളാഹു ബറക്കത്ത് തരും എന്നുള്ളതാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് തരും. ഒരുപാട് അനുഗ്രഹങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തരാൻ കാരണമാകുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ഈ ദിക്റിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കൊക്കെയും ആവശ്യങ്ങളുള്ളവരാണ്. നമ്മൾ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ രക്കുന്നവരാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു ദിക്ർ പറഞ്ഞിട്ട് ദുആ എന്ന് കഴിഞ്ഞാൽ അതിൽ ഇജാബത്ത് ഏറെയുണ്ട് എന്ന് ഉലമാക്കൾ പഠിപ്പിച്ചു തരുന്നു. ഏതാണ് ആ ദിക്ർ എന്ന് നമുക്ക് വീഡിയോയിലോട്ട് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബില്ലാഹ്. അമ്മാ ബഅദ്. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ, നമ്മുടെ ദുആകൾ അല്ലാഹു ഖബൂലാക്കട്ടെ, നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ, രോഗങ്ങൾ മുഴുവനും റബ്ബ് സുബ്ഹാനഹു വ തആല തട്ടിമാറ്റി തന്ന് സന്തോഷിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മോട് കമന്റ് സെക്ഷനിലും നേരിട്ടും ഒക്കെയായി ഫോണിലൂടെയും ഒക്കെയായി ദുആ കൊണ്ട് വസിയത്തുകൾ അറിയിക്കുന്ന എല്ലാവരുടെയും എല്ലാവിധ വിഷമങ്ങൾക്കും അല്ലാഹു അറുതി വരുത്തി നൽകി അവർക്ക് ജീവിതത്തിൽ പരിപൂർണ സന്തോഷ സമാധാന സന്തുഷ്ട ഒരു ജീവിതം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ, നിഅമത്ത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഇങ്ങനെ വന്നു ചേരാൻ, ചില ആളുകളെ കണ്ടിട്ടില്ലേ, പല അനുഗ്രഹങ്ങളാണ് അവർക്ക് ഇങ്ങനെ പടിപടിയായിട്ട് വന്നു ചേരുന്നത്. അതിൻ്റെ ഒക്കെയും ഒരു കാരണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുപോലെ തന്നെ സമ്പത്തിൽ ബറക്കത്തുണ്ടാകാൻ, നമ്മുടെ സമ്പത്ത് നമ്മിൽ നിന്ന് കൈവിട്ടു പോകാൻ പാടില്ല. നമുക്ക് ഇത്ര രൂപ വരുമാനമുണ്ട് എങ്കിൽ അതിൽ ബറക്കത്ത് വേണം. അതായത് ആവശ്യത്തിന് ഉപകരിക്കുന്ന സമ്പത്താകണം. വെറുതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ശകുനങ്ങൾ സംഭവിച്ചുകൊണ്ട് ആ സമ്പത്ത് നമ്മിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സമ്പത്തിൽ ബറക്കത്ത് ലഭിക്കാൻ നിരന്തരമായി എല്ലാ ദിവസവും ചൊല്ലേണ്ടുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. എല്ലാവരും ചൊല്ലുക പ്രിയപ്പെട്ടവരെ. ജീവിതത്തിൽ പല അനുഗ്രഹങ്ങളും വന്നു ചേരാൻ ഈ ദിക്ർ കാരണമാണ്. കാരണം ഈ ദിക്റിന്റെ രൂപം എന്ന് പറയുന്നത് തന്നെ എല്ലാം അള്ളാഹുവിന്റെ പേര് കൊണ്ടിട്ടുള്ള ദിക്റാണ് പ്രിയപ്പെട്ടവർ. അതാണ് അള്ളാഹുവിന്റെ ഇസ്മുകൾ കൊണ്ട് കോർത്തിണക്കപ്പെട്ട ഒരു ദിക്റാണ്. അപ്പോൾ ജീവിതത്തിൽ ഏറെ അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു ഇസ്മു തന്നെ നമ്മളിങ്ങനെ ചൊല്ലുമ്പോൾ അതിൻ്റെ ഒരു ബറക്കത്ത് ജീവിതത്തിൽ വന്നു ചേരുന്നത് നമ്മൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന പലരും അതിൻ്റെ നല്ല റിസൾട്ടുകൾ അറിയിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു ഇസ്മ ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ വളരെ കൃത്യമായിട്ട് മുറുകെ പിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ഈ പറയപ്പെട്ട അനുഗ്രഹങ്ങളൊക്കെയും നമുക്ക് അല്ലാഹു തആല നൽകും. നമ്മുടെ സമ്പത്തിൽ ബറക്കത്തുണ്ടാകും. അതുപോലെ എല്ലാ കൂരാക്കുടുക്കിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. അതുപോലെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ പരിപൂർണമായും സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്ക് സമ്പത്ത് തരുന്നത് എന്നുള്ള ഒരു ചിന്ത നമുക്ക് വേണം. അല്ലാഹുവാണ് നമുക്ക് പ്രശ്നങ്ങൾ തരുന്നത് എന്നുള്ള ഒരു ചിന്ത നമുക്ക് വേണം. അല്ലാഹുവാണ് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് തരുന്നത് എന്ന് ഉള്ള ഒരു ചിന്ത നമുക്ക് ഇൻഷാ അല്ലാഹ് വേണം. അപ്പോൾ ഈ ദിക്ർ ചൊല്ലുമ്പോൾ അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും, ഉറപ്പാണ്. അപ്പോൾ ഏതായാലും ആ ദിക്ർ ഏതാണെന്ന് നമുക്ക് പഠിക്കാം. അത്തവ്വാബുൽ ഗാഫിറുൽ ഹസീബുൽ വകീലുൽ കാഫി അർറസാഖു അസ്സലാമുൽ മുഅ്മിനുസ് സരീഅ് എന്ന് പറയുന്ന ഈ ദിക്റാണ് പ്രിയപ്പെട്ടവരെ. ഒന്നുകൂടെ പറയാം. അത്തവ്വാബു അൽ ഗാഫിറു അൽ ഹസീബ് അൽ വകീലുൽ കാഫി അർറസാഖു അസ്സലാമു അൽ മുഅ്മിനു അസ്സരീഅ്. എല്ലാം അള്ളാഹുവിൻ്റെ പേര് തന്നെയാണ്. എല്ലാം അള്ളാഹുവിൻ്റെ ഇസ്മ തന്നെയാണ്, അസ്മാഉകളാണ്. അത്തവ്വാബ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബത്ത് സ്വീകരിക്കുന്നവനാണ്. അതുപോലെ ഗാഫിർ എന്ന് പറഞ്ഞാൽ മുഴുവൻ പാപങ്ങളും റബ്ബ് പുറത്തു തരുന്നവനാണ്. അൽ ഹസീബ്
സുബ്ഹാനഹു വ തആല വിചാരണ നടത്തുന്നവനാണ്. അൽ വക്കീൽ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നവനാണ്. അൽ കാഫി മതിയായവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അർ റസ്സാഖ് അല്ലാഹു റിസ്ഖ് നൽകുന്നവനാണ്. അസ്സലാം അല്ലാഹു രക്ഷകനാണ്. അൽ മുഅ്മിൻ അസ്സരീഅ്. ഈ ഇസ്മുകൾ മുഴുവനും പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ സർവ്വവിധ അനുഗ്രഹങ്ങളും കൊണ്ടുവരാൻ കാരണമാകും. ഈ ഇസ്മു കോർത്തിണക്കി ഈ ദിക്ർ ഈ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കഴിഞ്ഞാൽ വളരെ വലിയ സന്തോഷമാണ് ജീവിതത്തിലേക്ക്, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾ ഒക്കെൻ്റെയും അർത്ഥം പറഞ്ഞു. ഇത് ഓതേണ്ടത് എല്ലാ ദിവസവും ഫർള് നിസ്കാരങ്ങൾ. ഈ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ഓരോരുത്തരോടും പ്രത്യേകിച്ച് പറയാനുള്ളത്, ഫർള് നിസ്കാരങ്ങൾ ഖളാ ആക്കാനേ പാടില്ല. കഴിവിന്റെ പരമാവധി ഫർള് ഖളാ ആക്കാതെ സുന്നത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട്, സുന്നത്ത് നിസ്കാരങ്ങൾ ഉണ്ടല്ലോ, ഓരോ ഫർള് നിസ്കാരത്തിനും മുന്നിലും പിന്നിലും ഒക്കെ നിസ്കരിക്കാനുള്ള സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. ആ സുന്നത്ത് നിസ്കാരങ്ങളെ വളരെ കൃത്യമായിട്ട് തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ചെയ്താലേ നമ്മൾ പറയുന്ന ഓരോ ദിക്റുകളും അത് ജീവിതത്തിൽ വന്ന് ബാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതൊരു നല്ല റിസൾട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. അത് അള്ളാഹു സ്വീകരിച്ച് നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തി തരണമെങ്കിൽ നമ്മൾ ഫർള് നിസ്കാരം ഖളാക്കുന്നവരാകാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ഓരോ ദിക്റുകളും ഇൻഷാ അല്ലാഹ് ഇപ്പൊ പറഞ്ഞു തന്ന ഈ ഒരു ഇസ്മു കോർത്തിണക്കിയിട്ടുള്ള ഈ ദിക്ർ ചൊല്ലേണ്ടുന്നത് ഏതെങ്കിലും ഒരു ഫർള് നമസ്കാരം കഴിഞ്ഞ് അതിന്റെ ദുആ എല്ലാം കഴിഞ്ഞ് പ്രത്യേകമായി ഇരിക്കുന്ന ഒരു സമയത്ത് ഒരു 11 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ എവിടെ നിന്നില്ലാതെ സന്തോഷം കടന്നു വരും, എവിടെ നിന്നില്ലാതെ സമാധാനം കടന്നു വരും, എവിടെ നിന്നില്ലാതെ നമ്മുടെ സമ്പത്തിൽ ബർക്കത്തുണ്ടാകും. അതുപോലെ തന്നെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു തരും. ഇത് എന്ത് നിയത്ത് മനസ്സിൽ കരുതിയിട്ടാണോ ഈ ഒരു കാര്യം ഇങ്ങനെ പറയുന്നത്, ഈ ഒരു കാര്യം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്, ഈ ഒരു ആവശ്യം അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്, റബ്ബ് സുബ്ഹാനഹു വ തആല ആ ആവശ്യങ്ങൾ അറിയുന്നവനാണല്ലോ. അപ്പൊ ഏതായാലും ആ ആവശ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തി തരുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും കുടുക്കിൽപ്പെട്ടിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദിക്ർ ഏറെ എഫക്റ്റ് ചെയ്യുമെന്ന് പറയാം, ഏറെ പവർഫുള്ളാണ്. ഉറപ്പായും ആ ഊരാ കുടുക്കിൽ നിന്ന് റബ്ബ് നിങ്ങളെ സഹായിക്കാൻ ഈ ഒരു ദിക്ർ നമ്മെ സഹായിക്കും. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ പരിപൂർണമായ സന്തോഷവും സമാധാനവും എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് നൽകിയ ഒരുപാട് പേരുണ്ട്. അള്ളാഹു അവർക്കൊക്കെയും കമന്റ് സെക്ഷനിലും മറ്റുമായിട്ടൊക്കെ വസിയത്ത് നൽകിയ എല്ലാവരുടെയും എല്ലാവിധ വിഷമങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല മാറ്റി തന്ന് ജീവിതത്തിൽ ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യുക. എൻ്റെ ദുആയിൽ നിങ്ങളും ഉണ്ടാകുമെന്ന ഉറപ്പോടെ വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.